aromamari.com നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തെരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. അപ്പോസ്തലനായ പൗലോസ് തീമത്തിയോസിന് ലേഖനമെഴുതി അവസാനിപ്പിക്കുമ്പോൾ വളരെ സങ്കടത്തോടെ പറയുന്ന ഹൃദയസ്പർശിയായ ചില വാക്കുകൾ ഉണ്ട്. എൻ്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു. 2 തീമത്തിയോസ് 4:16. എന്നാൽ അടുത്ത വാക്യത്തിൽ പൗലോസ് പറയുന്നു, കർത്താവോ എനിക്ക് തുണ നിന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ എത്രയോ സത്യമാണിത്. കഷ്ടങ്ങൾ വരുമ്പോൾ കൂട്ടുകാരും നാട്ടുകാരും ആരും തുണ നിൽക്കില്ല. കൂടപ്പിറപ്പുകൾ പോലും മാറി നിന്നെന്ന് വരും. അപ്പോഴും നമുക്ക് സങ്കേതമായി, ബലമായി, തുണയായി കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാകും. ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു എന്ന് 46-ാം സങ്കീർത്തനം 1-ാമത് വചനത്തിൽ നാം വായിക്കുന്നു. ജീവിതത്തിൽ കഷ്ടതകൾ വരുമ്പോൾ ഈ സങ്കീർത്തന വരികൾ ധ്യാനിക്കുമ്പോൾ എന്തെന്നില്ലാത്ത പ്രത്യാശ നമ്മിൽ കടന്നു വരും. കഷ്ടങ്ങളും പരീക്ഷകളും സങ്കടങ്ങളും ദുഃഖങ്ങളും വേദനകളും ഒക്കെ ഇന്ന് മനുഷ്യ ജീവിതത്തിന്റെ ഭാഗമാണ്. എന്നാൽ ഒരിക്കൽ ഇങ്ങനെ ആയിരുന്നില്ല. ആദിയിൽ ദൈവം മനുഷ്യന് വേണ്ടി ഏദനിൽ ഉണ്ടാക്കിയ തോട്ടത്തിൽ കഷ്ടതയും കണ്ണുനീരും വേദനയും ദുഃഖങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് കാണാം. പിന്നീട് മനുഷ്യൻ പാപം ചെയ്തപ്പോൾ യഹോവയായ ദൈവം അവനെ ഏദനിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ യഹോവ ഇങ്ങനെ പറഞ്ഞു, നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലം ഒക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. മുള്ളും പറക്കാരെയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും എന്ന് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 17-18 വചനങ്ങൾ നാം വായിക്കുന്നു. മനുഷ്യന്റെ പാപഫലമായി ഭൂമിയിൽ കഷ്ടപ്പാടിന്റെ മുള്ളുകൾ ഉണ്ടായി. ഈ ശാപകരമായ മുള്ളിനെ തമ്പുരാൻ തലയിൽ വഹിച്ചു. മനുഷ്യന്റെ കഷ്ടത മാറ്റുവാനും അവനെ പുറത്താക്കിയ ആ ഏദൻ പറുദീസയിലേക്ക് അവനെ തിരികെ പ്രവേശിപ്പിക്കുവാനുമുള്ള ദൈവത്തിന്റെ നിത്യ പദ്ധതിയുടെ ഭാഗമായി തൻ്റെ ഏകജാതനെ ഭൂമിയിൽ അയച്ച് കാൽവറിയിൽ ഒരു പാപ പരിഹാര യാഗമായി അർപ്പിച്ച് പാപിയായ മനുഷ്യന്റെ രക്ഷയെ ദൈവം സാധ്യമാക്കി തീർത്തു. അങ്ങനെ യേശുക്രിസ്തുവിൽ കൂടി നിത്യ രക്ഷ പ്രാപിക്കുന്ന മനുഷ്യരോടൊപ്പം ഇനി എന്നേക്കും വാസം ചെയ്യേണ്ടതിന് വേണ്ടി യഹോവയായ ദൈവം പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഒരുക്കിയിരിക്കുന്നു. ആ നഗരത്തിന്റെ പ്രത്യേകതകളിൽ ഒന്ന് അവിടെ കഷ്ടതയില്ല എന്നുള്ളതാണ്. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എല്ലാം തുടച്ചു കളയും എന്ന് വെളിപ്പാട് പുസ്തകം 21:4 നാം വായിക്കുന്നു. സത്യദൈവത്തെ അറിയാത്തവരും അവിശ്വാസികളുമായ മനുഷ്യർ തങ്ങളുടെ ജീവിതത്തിൽ കഷ്ടങ്ങളും ശോധനകളും വരുമ്പോൾ പരിഹാരമാർഗങ്ങൾ തേടി അലയുവാൻ ആരംഭിക്കുന്നു. ചിലർ മന്ത്രവാദികളുടെയും ആഭിചാരകരുടെയും കൂടോത്രക്കാരുടെയും അടുക്കൽ പോകുന്നു. ചിലർ നേർച്ച കാഴ്ചകളും പുണ്യപ്രവർത്തികളും ചെയ്യുവാൻ ആരംഭിക്കുന്നു. ചിലർ ദൈവത്തെ പഴിക്കുവാനും പ്രാകുവാനും തുടങ്ങുന്നു. ചിലർ ജീവിതം അവസാനിപ്പിച്ച് ആത്മഹത്യ ചെയ്യുന്നു. എന്നാൽ ഇവ ഒന്നും ജീവിതത്തിൽ വരുന്ന കഷ്ടങ്ങൾക്കുള്ള പരിഹാരമല്ല. മാത്രമല്ല, ദൈവം മനുഷ്യന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന
പുതിയ യെരുശലേം നഗരത്തിൽ പ്രവേശിക്കുന്നത് വരെ മനുഷ്യർ കഷ്ടങ്ങളിൽ കൂടി കടന്നുപോയേ മതിയാകുകയുള്ളൂ. ക്രിസ്തുവിനും ഈ ഭൂമിയിൽ കഷ്ടതകൾ ഉണ്ടായിരുന്നു. ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞ് ലൂക്കോസ് സുവിശേഷം 24-26 നാം വായിക്കുന്നു, കഷ്ടങ്ങളിൽ വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും ശിഷ്യർ ജനങ്ങളെ പ്രബോധിപ്പിച്ചു. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. നിങ്ങൾ കഷ്ടങ്ങൾക്ക് വേണ്ടി കൂട്ടാളികൾ ആകുന്നത് പോലെ ആശ്വാസത്തിനും കൂട്ടാളികൾ എന്നറിയാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രത്യാശ ഉറപ്പുള്ളത് തന്നെ എന്ന് 2 കൊരിന്ത്യ ലേഖനം 1-5 വരെയുള്ള വചനങ്ങൾ നാം വായിക്കുന്നു. ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടങ്ങളിൽ ഒരു ദൈവവേദൽ എന്തു ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവ് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവയിൽ ചിലത് നാം പരിശോധിക്കുന്നു. 1, ദൈവത്തോട് പ്രാർത്ഥിക്കണം. നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ എന്ന് യാക്കോബിന്റെ ലേഖനം 5-13 നാം വായിക്കുന്നു. 2, ദൈവത്തോട് നിലവിളിക്കണം. അവർ തങ്ങളുടെ കഷ്ടതയിലെ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു എന്ന് 107 സങ്കീർത്തനം 6 നാം വായിക്കുന്നു. ഞാൻ എൻ്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. ഞാൻ പാതാളത്തിന്റെ വയറ്റിൽ നിന്നും അയ്യം വിളിച്ചു, നീ എൻ്റെ നിലവിളി കേട്ടു എന്ന് യോനായുടെ പുസ്തകം 2-2 നാം വായിക്കുന്നു. ദൈവവചനം ധ്യാനിച്ച് ആശ്വസിക്കുക. നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എൻ്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു എന്ന് 119 സങ്കീർത്തനം 50 നാം വായിക്കുന്നു. 4, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ പ്രത്യാശ വയ്ക്കുക. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിന് എന്നെ നീ കൈ നീട്ടും, നിന്റെ വലം കൈ എന്നെ രക്ഷിക്കും എന്ന് 138 സങ്കീർത്തനം 7 നാം വായിക്കുന്നു. അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ, നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും, ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് ഞങ്ങളെ തിരികെ കയറ്റുമെന്ന് 71 സങ്കീർത്തനം 20 നാം വായിക്കുന്നു. 5, നിരാശപ്പെടരുത്. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല എന്ന് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-8-9 നാം വായിക്കുന്നു. 6, ധൈര്യപ്പെടുവീൻ. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കഷ്ടതകളുടെ നാളുകളിൽ ദൈവം നടത്തിയ വിധങ്ങൾ ഓർക്കണം. നമ്മുടെ കഷ്ടതകളും പ്രയാസങ്ങളും ദുഃഖവും കാണുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ വേദനകൾ ഉറ്റവർ അറിഞ്ഞില്ലെന്ന് വരാം, എന്നാൽ നമ്മുടെ ഉള്ളം നന്നായി അറിയുന്നവൻ ഏത് പ്രതിസന്ധികളിലും നമ്മോടൊപ്പം ഉണ്ട്. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ കഷ്ടതയ്ക്ക് അധികം ആയുസില്ല. കഷ്ടത വെള്ളം പോലെ ഒഴുകിപ്പോകും. നിങ്ങൾ യഹോവയ്ക്ക് വിരോധമായി നിരൂപിക്കുന്നത് എന്ത്? അവർ മുടിവ് വരുത്തും. കഷ്ടത 2 പ്രാവശ്യം പൊങ്ങി വരികയില്ല. നഹൂം 1:9. കഷ്ടതയുടെ നാളുകൾക്ക് ശേഷം തേജസ്സിന്റെ നാളുകളുണ്ട്. സന്ധ്യയെങ്കിൽ കരച്ചിലുണ്ട്, എന്നാൽ ആനന്ദഘോഷത്തിന്റെ ഒരു പ്രഭാതമുണ്ട്. അതിനാൽ കഷ്ടങ്ങളെ ഛേദമെന്നെണ്ണാം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു എന്ന് റോമാലേഖനം 8-18 നാം വായിക്കുന്നു. നൊടിനേരത്തേക്കുള്ള ഈ ലഘുവായ കഷ്ടങ്ങൾ മാറി തേജസ്സിന്റെ നിത്യഘനം നാം അനുഭവിക്കും. അതിനാൽ കർത്താവിന്റെ കഷ്ടങ്ങളിൽ പങ്കാളികളാകും തോറും സന്തോഷിക്കാം. ദൈവം സകല കഷ്ടതകളും ദുഃഖങ്ങളും വേദനകളും മാറ്റും. കഷ്ടങ്ങളിൽ അടുത്ത തുണയായി കർത്താവ് നിൽക്കുന്നതിനാൽ ഒന്നും ഭയപ്പെടേണ്ട. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടിയെന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവീൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ
ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും എന്ന് 1 പത്രോസ് ലേഖനം 4-ാം അധ്യായം 12-13 വചനങ്ങൾ നാം വായിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com-ൽ രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ.